കണ്ണൂരിൽ 5 വയസ്സുകാരന് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ നായയുടെ കടിയേറ്റതിന് പിന്നാലെ ഈ കുട്ടി വാക്സിൻ സ്വീകരിച്ചിരുന്നു. വാക്സിൻ സ്വീകരിച്ചിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഫെലിക്സ് കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. ഫെലിക്സ്, ഇത് ആദ്യ സംഭവമല്ല. സംസ്ഥാനത്ത് ഇപ്പോൾ വാക്സിൻ സ്വീകരിക്കുന്നു. വാക്സിൻ സ്വീകരിച്ചതിന് ശേഷവും പേവിഷബാധ സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യം. നിലവിൽ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ 5 വയസ്സുകാരനുള്ളത്. നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 31-നാണ് കണ്ണൂർ പയ്യാമ്പലം SN പാർക്കിനടുത്ത് വെച്ച് ഈ കുട്ടിയെ തെരുവുനായ കടിക്കുന്നത്. തെരുവുനായ ഈ കുട്ടിയുടെ കണ്ണിലും കാലിലും കടിച്ചു. കണ്ണിൽ കടിച്ചതാണ് ഇതിൽ ഏറ്റവും ഈ അസുഖം ഗുരുതരമാക്കിയതെന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ കടിയേറ്റ ശേഷം പിന്നീട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തി വാക്സിൻ സ്വീകരിച്ചിരുന്നു. പക്ഷേ കണ്ണിൽ കടിയേറ്റത് കൊണ്ട് വാക്സിൻ ഫലപ്രദമായില്ല. വളരെ വേഗം കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു. പിന്നീട് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയാണ് ഉള്ളത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ നഗരത്തിൽ വെച്ചാണ് ഈ കുട്ടിക്ക് ഈ തെരുവുനായ കടിച്ചത്. അതുകൊണ്ട് തന്നെ പേവിഷബാധ കുട്ടിക്ക് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 70-ലേറെ പേർക്ക് നഗരത്തിൽ തെരുവുനായയുടെ കടിയേൽക്കുകയുണ്ടായി. അവരൊക്കെ വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തു. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും നഗരത്തിൽ തന്നെ ഇത്തരത്തിൽ തെരുവുനായ കടിക്കുന്നു രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആളുകളിൽ വലിയ ആശങ്കയുണ്ട്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകുന്നത്. കുഞ്ഞിന്റെ കണ്ണിൽ കടിയേറ്റിട്ടുണ്ട്. ഈ കടിയേറ്റതിന് ശേഷം കടിയേറ്റ സ്ഥലങ്ങളിൽ അതിന്റെ ഗുരുതരാവസ്ഥയൊക്കെയാണ് ഈ വാക്സിൻ സ്വീകരിച്ചിട്ടും പിന്നെയും ഇത്തരത്തിൽ പേവിഷബാധ സ്ഥിരീകരിക്കാൻ കാരണമെന്നുള്ളതാണ് വിദഗ്ധരൊക്കെ ഇത് നൽകുന്ന ഇതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ആവർത്തിച്ച് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്.